ഇന്നൊരു ഹെൽത്തി ഡിന്നർ കഴിച്ചാലോ? അതിനുവേണ്ടി കുറച്ചധികം വെജിറ്റബിൾസ് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം, അതുപോലെ തന്നെ ക്യാരറ്റ്, സവോള, പിന്നെ നമുക്ക് ഒരു തക്കാളി, ഒരു കുറച്ച് ക്യാബേജ്, പിന്നെ ഒരു എഗ്ഗ്, പിന്നെ മല്ലിയില, അവക്കാട വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു പാനിലോട്ട് ബട്ടർ ചൂടാക്കാൻ വേണ്ടി വെക്കുക. ഞാൻ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾ ആണെങ്കിലും എടുക്കാം കേട്ടോ. വൈകിട്ട് ഇതുപോലെ നമുക്ക് ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇത് അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ ബട്ടർ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് വെറുതെ ഒന്ന് ഇളക്കി എടുക്കുക ഗൈസ്. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല. എരിവിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡർ ചേർക്കാം, പിന്നെ ഉപ്പും, അത് മാത്രമേ ഉള്ളൂ. പിന്നെ രാവിലെ ബാക്കി വന്ന ഫോക്സ്റ്റൈൽ മില്ലറ്റിൻ്റെ ഉപ്പുമാവും ചീരത്തോരനും ഉണ്ട്, അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാം. അടിപൊളിയാണ്. വൈകിട്ട് വന്ന് ഹെവി ഫുഡ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കഴിക്കാമെന്ന്. ഇത് മാത്രം കഴിച്ചാൽ മതി, നമുക്ക് കിടന്ന് ഉറങ്ങാൻ നല്ല സുഖമാണ്. വയറ് നല്ലതായിട്ട് ഫില്ലാവുകയും ചെയ്യും. പിന്നെ നമുക്ക് വേറെ അൺഹെൽത്തി ആയിട്ടുള്ളതൊന്നും കഴിക്കുകയും വേണ്ട. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കാറുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സോർട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നാരങ്ങാനീര് സ്ക്വീസ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഒരുപാട് നാരങ്ങാനീര് ഇങ്ങനെ ഒഴിക്കണ്ട, കുറച്ച് മതി. എന്നിട്ട് ഇതുപോലെ ഒരുപാട് ചൂടാവുന്നതിന് മുന്നേ തന്നെ മാറ്റി വെക്കുക. എഗ്ഗ് നമ്മൾ സെപ്പറേറ്റ് ആണ് സ്ക്രാമ്പിൾ ചെയ്യുന്നത്. അതിനകത്ത് ഇതുപോലെ തന്നെ ബട്ടർ ഒഴിച്ചിട്ട് കുരുമുളക് പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് അതിനകത്തോട്ട് തന്നെ മിക്സ് ചെയ്തു. നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാലഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് എടുത്തിട്ടില്ല കേട്ടോ, അവക്കാഡോ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഇത്ര സാധനങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഫില്ലിംഗ് ആവുമെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടാക്കി നോക്കാൻ വേണ്ടി മറക്കരുത്. ബായ്, ഫോളോ ചെയ്യണേ.